കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്ന അച്ഛനമ്മമാരുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റുകൾ മാത്രം പോരെ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും വേണം. പക്ഷെ അതിനേക്കാളും പ്രധാനമാണ് മനസ്സ്. എന്താണെന്ന് വെച്ചാൽ ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ്. ഈ മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം മെഡിസിൻ കഴിക്കുന്നുണ്ട്, പക്ഷെ മനസ്സുകൊണ്ടുണ്ടാകുന്ന, ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന, ഇമോഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയുടെ ഹീലിങ്ങിന് തടസ്സം നിൽക്കുകയാണ്. ചിലർക്ക് കൗണ്ട് കുറയുന്ന പ്രശ്നങ്ങളായിരിക്കും, അതെല്ലാം അവരുടെ ശാരീരിക പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് വരണമെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് പറ്റുമോ? ഈ കൗണ്ട് കുറയുന്നു എന്നുള്ള പ്രശ്നമില്ലേ, യൂട്രസിനൊരു കുഞ്ഞിനെ താങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗർഭപാത്രത്തിന് താങ്ങാൻ കഴിയില്ല, പക്ഷെ അവിടെ അത്ഭുതം സംഭവിച്ചു. എങ്ങനെ? സ്വന്തം ശരീരത്തിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സ് ശക്തമാവണം. ഗർഭപാത്രത്തിൽ വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഹാർട്ടിനോ അല്ലെങ്കിൽ പമ്പിങ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ എങ്ങനെ കഴിയും? കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്ന അച്ഛനമ്മമാരുണ്ട്. അതേപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും പല പള്ളികളിലും പല വിശ്വാസ കേന്ദ്രങ്ങളിലും അവിടെ ചെന്ന് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പൂജ കഴിക്കുന്ന, അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി പൂജ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റുകൾ മാത്രം പോരെ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും വേണം? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് എടുക്കും. അതിപ്പോൾ അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഏത് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും ശരീരത്തിന് അതിനെ റിക്കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, ഹീൽ ചെയ്യാൻ ആവശ്യമായ മെഡിസിൻ എടുക്കും. പക്ഷെ അതിനേക്കാളും പ്രധാനമാണ് മനസ്സ്. എന്താണെന്ന് വെച്ചാൽ ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ്. ഈ മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം IVF ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുടെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നു. അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ഭയങ്കര അസ്വസ്ഥമായിരിക്കും. ഒരുപാട് അവരുടെ സമ്പാദിച്ച മണി മൊത്തം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റുകൾക്ക്. അതിൻ്റെ ടെൻഷനുണ്ട്, ഫിനാൻഷ്യലി പോകുന്നതിൻ്റെ ടെൻഷനുണ്ട്. അതുമാത്രമല്ല, ഈ മരുന്നുകൾ കഴിക്കുമ്പോഴുണ്ടാകുന്ന ബോഡിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ നാട്ടുകാരുടെ ചോദ്യം, വീട്ടുകാരുടെ ചോദ്യം, അതിൻ്റെ ഫലമായിട്ട് അനുഭവിക്കുന്ന, വെളിയിലേക്ക് പോകാൻ പോലും വിഷമിക്കുന്ന മനുഷ്യരുണ്ട്. ഇതൊക്കെ കൂടി നൽകുന്നൊരു സ്ട്രെസ്സുണ്ട്. ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോളാകട്ടെ, അഡ്രിനാലിനാകട്ടെ, ഇത് ഫെർട്ടിലിറ്റിക്ക് സഹായിക്കുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷനെ കുറയ്ക്കും. ആ ഹോർമോൺസിൻ്റെ റിലീസിനെ കുറയ്ക്കും സ്ട്രെസ് കെമിക്കൽസ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, മെഡിസിൻ കഴിക്കുന്നുണ്ട്, പക്ഷേ മനസ്സുകൊണ്ടുണ്ടാകുന്ന, ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന, ഇമോഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയുടെ ഹീലിങ്ങിന് തടസ്സം നിൽക്കുകയാണ്. പക്ഷേ ഈ PCOD പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള സ്ത്രീകൾ ഗർഭിണിയാകില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് യാഥാർത്ഥ്യമാണോ? അത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ, ഞാനൊരു 12 വർഷത്തോളമായിട്ട് ഇപ്പോൾ ഈ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട മാനസികാരോഗ്യ രംഗത്തുണ്ട്. ഇപ്പം ഒരുപാട് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുകൾ, ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ആയുർവേദ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരിൽ താലോലം ഫെർട്ടിലിറ്റി സ്പെഷ്യാലിറ്റി സെൻ്റർ ഉണ്ട്. അതുപോലെ തൃശ്ശൂർ വൈദ്യമന്ദിരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കായംകുളത്ത് ചെന്നിലേത്തുണ്ട്. ഇവിടെയൊക്കെയുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെയും ഒരുപാട് വർഷത്തെ അനുഭവങ്ങളുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ സാധ്യമല്ല, ഒരിക്കലും നടക്കില്ല, മെഡിക്കലി പറയുകയാണെങ്കിൽ നടക്കില്ല. പക്ഷെ അങ്ങനെയുള്ളവർ വരെ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ആദ്യം സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മെത്തേഡുകളുണ്ട്. സ്ട്രെസ് റിലീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രീത്തിങ് എക്സസൈസുകൾ, അതുപോലെ തന്നെ ചില തെറാപ്പികൾ, ഇതൊക്കെ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ പിന്നീടുള്ളൊരു കാര്യമാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. വിഷ്വലൈസേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ബ്രെയിനിന് റിയാലിറ്റി എന്താണ്, ഇമാജിനേഷൻ എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം, അതൊരു കുഞ്ഞിനെക്കുറിച്ചാകട്ടെ, നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് നമ്മളിങ്ങനെ ഈ 5 സെൻസസ് ഉപയോഗിച്ച് നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ബ്രെയിനിൽ പോയിട്ട് റെക്കോർഡാവുന്നത്. അപ്പം നമ്മളിങ്ങനെ ആ കുഞ്ഞിനെ കാണുന്നു, അതിനെ ഫീൽ ചെയ്യുന്നു, ആ കുഞ്ഞിൻ്റെ ആ ഒരു പാൽ മണം, അതുപോലും അങ്ങനെയുള്ളൊരു തെറാപ്പി പോലെ കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുത്ത് കണ്ടിന്യൂസ്ലി ഈ വിഷ്വലൈസേഷൻ മെത്തേഡ് ഇവരുടെ ഉള്ളിലേക്ക് പോയി ഇമേജും ഇതുമായിട്ട് വരുമ്പോൾ സമയത്ത് നമ്മുടെ ബ്രെയിനിന് റിയാലിറ്റിയും ഇമാജിനേഷനും എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ, ഞാനൊരു അമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലെ ഹോർമോൺസ് എല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്ന് ഉറപ്പിച്ച് കൊടുത്ത് നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്, അനുഭവിക്കുകയാണ്, ഇങ്ങനെ ചെയ്ത് വരുമ്പം ബ്രെയിനിന് പോലും ചേഞ്ചസ് ഉണ്ടാകുന്നു. നമ്മൾ കാണുന്നതാണ്, ഒത്തിരി കേസസിൽ കണ്ടിട്ടുണ്ട്. ഒരു
ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബാംഗ്ലൂരിലുള്ള ഒരു ആയുർവേദ ഡോക്ടറാണ്. പുള്ളിക്കാരി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വന്നു. അപ്പോൾ നമ്മൾ ഈ വിഷ്വലൈസേഷൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞിനെ നമുക്ക് ആ കുഞ്ഞിൻ്റെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കുഞ്ഞിനെ അത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുക, അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കാണുക. അതുപോലെ നമ്മളുടെ ബെഡ്റൂമിലാണെങ്കിലും കാണുന്നിടത്തത് വെക്കുക. എത്ര പ്രാവശ്യം കാണാൻ പറ്റുമോ അത്രത്തോളം പ്രാവശ്യം ആ കുഞ്ഞിനെ കണ്ട് അത് നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു, നീല കണ്ണുള്ളൊരു കുഞ്ഞ്. എന്നിട്ട് പറഞ്ഞു, മാം എനിക്ക് ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ ഒത്തിരി ഇഷ്ടമായി, ഞാൻ ഇത് വെക്കട്ടെ എന്ന്. അപ്പോൾ പറഞ്ഞു വെക്ക് എന്ന് പറഞ്ഞിട്ട് അത് വെച്ചു. കുറച്ച് ട്രീറ്റ്മെൻറ്റിലൂടെ അതും IVF ഒക്കെ ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. പക്ഷെ അല്ലാതെ തന്നെ അത് പ്രഗ്നൻ്റായി. ആ കുഞ്ഞ് ജനിച്ച സമയത്ത് ആ കുഞ്ഞിന് നീലക്കണ്ണ്. ആ കുഞ്ഞിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് ഈ 2 കണ്ണുകളും നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അത് എവിടെ വേണമെങ്കിലും അത് പറയും. അപ്പം നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ വന്നിട്ട് അത് പറയും, വിഷ്വലൈസേഷൻ അത്രയും പവർഫുള്ളാണ്, നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത് നമ്മൾ അത്രയും ഉറപ്പോടുകൂടി നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അത് റിയാലിറ്റി ആയിട്ട് വരും എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ കൺമുൻപിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിൻ്റെ പ്രത്യേകതകളാണ്, നമ്മുടെ മനസ്സിൻ്റെയും ബ്രെയിനിൻ്റെയും കഴിവുകളാണത്. അപ്പോൾ നമ്മൾ അത്രയും കഴിവുള്ളൊരു കുട്ടി വേണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിക്ക് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അത്രയും ആഗ്രഹങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം. നമ്മളുടെ തോട്ടിന് അത്രയും ശക്തിയുണ്ട്. നമ്മൾ പറയില്ലേ, നമ്മളുടെ എനർജിയാണ്, നമ്മളുടെ തോട്ട്സ് എനർജിയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മളിൽ ഉണ്ടാകുന്ന 60,000 to 85,000ഓളം തോട്ട്സ് ഉണ്ടാവും. ഈ തോട്ട്സ് ഓരോന്നും എനർജിയാണ്. നമ്മളൊരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ അത് നടക്കാതിരിക്കുമോ? ആ എനർജി മാനിഫെസ്റ്റ് ചെയ്യില്ലേ? ബിക്കോസ് എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഇസ് എനർജി. ആ എനർജിയാണ് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ആ എനർജി മാനിഫെസ്റ്റ് ചെയ്യും, റിയാലിറ്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഏതൊരു വസ്തുവും 3 തലങ്ങളായിട്ടാണ് സൃഷ്ടിക്കുന്നത്. ആദ്യം അത് നമ്മളുടെ ഉള്ളിൽ മാനസിക തലത്തിൽ, പിന്നീട് ഇപ്പം സൂക്ഷ്മതലം, അതിസൂക്ഷ്മതലം, പിന്നെ സ്ഥൂലത്തിൽ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പം മനസ്സിൽ സൃഷ്ടിച്ച് അത് എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് അവസാനം അത് റിയാലിറ്റിയിൽ വരും. ഇതെല്ലാ കാര്യത്തിലും സത്യമാണ്. 17-18 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നടക്കില്ല എന്ന് കരുതിയവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് മെഡിക്കൽ സയൻസ് മാത്രമല്ല, അതിനോടൊപ്പം അവരുടെ മനസ്സും കൂടി ശക്തമാവുകയാണ്. അവരുടെ മനസ്സ് ശരീരത്തിനെ അതിനുവേണ്ടി ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫെർട്ടിലിറ്റിയിൽ ഭയങ്കര പവറാണ് മനസ്സിൻ്റെ ശക്തിയെ ഉപയോഗിക്കുക എന്നുള്ളത്. ഈ IVF പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? IVF ചെയ്യുമ്പം ശരിക്കും അതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ നമുക്കുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കുറേ അതിൻ്റെ ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് എടുക്കുന്ന സമയത്തുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കും. സ്ട്രെസ് ഫാക്ടേഴ്സ് കൂടുതലുണ്ടായിരിക്കും. ഈ സ്ട്രെസ് ഫാക്ടേഴ്സുമായിട്ട് മുമ്പോട്ട് പോവുകയല്ല വേണ്ടത്. ആ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തെറാപ്പി എടുക്കുക, മനസ്സിനെ സൗഖ്യത്തിൽ, മനസ്സിനെ സമാധാനത്തിൽ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫെർട്ടിലിറ്റിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ആയുർവേദത്തിൽ പറയുന്നൊരു കാര്യമാണ് സൗമനസ്യാം ഗർഭധരാണ. നല്ലൊരു മനസ്സാണ് ഗർഭത്തിന് നിദാനമായിട്ടുള്ളത്. അപ്പം മനസ്സാണ് പ്രധാനം, എല്ലാറ്റിൻ്റെയും പ്രധാനം മനസ്സാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിച്ച് മനസ്സിനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മൾ ബോഡിക്ക് ആവശ്യമായ മെഡിസിൻ എടുക്കുന്നു, മനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ആ ഒരു സമാധാനത്തിലെ എനർജിയെ നമ്മൾ കറക്റ്റായിട്ട് ചാനൽ ചെയ്യുന്നു, തീർച്ചയായിട്ടും ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടാവും. പക്ഷേ ഇത് എത്രത്തോളം സയൻറ്റിഫിക് ആയിട്ട് ആളുകൾ എടുക്കുമെന്നൊരു വിഷയമില്ല. ഇപ്പോൾ ചിലർക്ക് കൗണ്ട് കുറയുന്ന പ്രശ്നങ്ങളായിരിക്കും, അതെല്ലാം അവരുടെ ശാരീരിക പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് വരണമെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് പറ്റുമോ? ഈ കൗണ്ട് കുറയുന്നു എന്നുള്ള പ്രശ്നമില്ലേ, ഈ കൗണ്ട് കുറയുന്ന പ്രശ്നം നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണല്ലോ നമ്മുടെ ബ്ലഡിൽ ആ കൗണ്ട് കുറയുന്നത്. അപ്പോൾ ഇതിന് കാരണമായിട്ട് മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റിലും അത് കൂട്ടാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത് കൊടുക്കുമ്പം നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമ്മളുടെ ബ്ലഡിനെയും കൗണ്ടിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും. പക്ഷേ ആ സ്ട്രെസ്സ് മാറിയിട്ട് മൈൻഡ് റിലാക്സ്ഡ് ആവുന്ന തെറാപ്പീസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നു, വളരെ സന്തോഷത്തോടും സമാധാനത്തോടും നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നു. അങ്ങനെയാകുമ്പോൾ ശരീരം സ്വസ്ഥമാവും, മനസ്സും സ്വസ്ഥമാവും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. നമ്മൾ കണ്ണൂരുള്ളൊരു കുട്ടിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ഓവറി എന്ന് പറയുന്നത്, യൂട്രസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ താങ്ങാൻ കഴിയാത്ത വിധം ചെറുതായിരുന്നു. പക്ഷേ
ഈ തെറാപ്പിയും അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റും കൂടി ഒന്നിച്ച് ചേർന്ന സമയത്ത് ആ കുട്ടിക്ക് കുഞ്ഞുണ്ടായി. അതിനെ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തതിന് ഭയങ്കര ഒരു ക്ലാസ്സിലാണ് നമ്മൾ കണ്ണൂരൊക്കെ ഇങ്ങനെ സെഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഭയങ്കര ദേഷ്യമാണ്, എല്ലാത്തിനും ദേഷ്യപ്പെടും. നല്ല ഈ നമുക്ക് നിരാശ ഉണ്ടാവില്ലേ, കുഞ്ഞുങ്ങളുണ്ടാവാത്ത ട്രീറ്റ്മെൻറ്റ് ഒരുപാട് വർഷമായിട്ടില്ല. അപ്പോൾ ഭർത്താവിനെ അങ്ങ് ദേഷ്യമാണ്, ഭർത്താവിനോട് എപ്പോഴും വഴക്കാം, ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്, എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യ ഒന്ന് രക്ഷിച്ച് തരണേ എന്ന് ഭയങ്കരമായിട്ട് മനുഷ്യനെ കരഞ്ഞ് മുൻപിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിനെ ശക്തമാക്കാനുള്ള വഴികളാണ്. പക്ഷെ അത് സക്സസ് ആവാനുള്ള കാരണം ആ കുട്ടി അത് ഏറ്റെടുത്തു, അത് വിശ്വസിച്ച് ഓരോന്നും ചെയ്തു, വിഷ്വലൈസ് ചെയ്തു. നമ്മൾ പറയുന്നത് പോലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, ഡോക്ടർ സരിതയുടെ നേതൃത്വത്തിലുള്ള ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അവർ പറയുന്ന ഓരോ കാര്യം ഈ കുട്ടി ചെയ്തു. വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എടുത്തു കഴിഞ്ഞപ്പം അത് കണ്ണൂർ ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു ഈ കേസ്. എന്നുവെച്ചാൽ യൂട്രസിനൊരു കുഞ്ഞിനെ താങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗർഭപാത്രത്തിന് താങ്ങാൻ കഴിയില്ല. പക്ഷേ അവിടെ അത്ഭുതം സംഭവിച്ചു. എങ്ങനെ? സ്വന്തം ശരീരത്തിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സ് ശക്തമാകണം. ആ മനസ്സിൻ്റെ ഊർജം ശക്തമാക്കി നമ്മളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ തീർച്ചയായിട്ടും ഇവിടെ അത്ഭുതം നടക്കും. അതാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി. ആ മനസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് അയ്യോ എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് രോഗമാണ്, എനിക്കതാണെന്ന് പറയാൻ കഴിയുന്നത്. പക്ഷെ മനസ്സൊന്ന് ശക്തമാകട്ടെ. മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അതൊക്കെ അനുഭവങ്ങളാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഇപ്പോൾ കുഞ്ഞ് ഗർഭിണിയായി, പക്ഷെ ആ കുഞ്ഞിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗർഭപാത്രത്തിലെ കുറേ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇത്തരത്തിലുള്ള മനസ്സിന് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയാവും. ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഹാർട്ടിനോ അല്ലെങ്കിൽ പമ്പിങ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ എങ്ങനെ കഴിയും? നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്നത് ഭയമാണ്, അല്ലേ? നമുക്കൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ആ ഭയം ഉണ്ടാകും. ആ ഭയം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് ഉണ്ടല്ലോ, കെമിക്കൽസ് ഉണ്ടല്ലോ, അത് ബ്ലഡിലൂടെ സ്പ്രെഡ്, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ കിടക്കുന്നത്. അപ്പം നമുക്ക് അവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹോപ്പ് ഹോർമോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. ഹോപ്പ് കൊടുക്കുക, അതായത് ഈ ഭയം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇവിടെ ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വിഷ്വലൈസേഷൻ ആകട്ടെ, ബ്രീത്തിങ് എക്സസൈസ്, അങ്ങനെ പല കാര്യങ്ങളും ഈ കുട്ടികൾ ഈ ഒരു പേഷ്യൻറ്റിലേക്ക് കൊടുത്ത് അവരുടെ മനസ്സിനെ സജ്ജമാക്കുകയാണ്. അപ്പോൾ അവർ ആ ഒരു ഫിയർ മോഡിൽ നിന്നും അവരുടെ ബോഡിയെ ആ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്വസ്ഥതയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പം ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു സൗഖ്യം ഉണ്ടാവും. പിന്നെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ആ ഒരു മെഡിക്കൽ സയൻസിനും അവിടെ പലതും ചെയ്യാനുണ്ടാവുമല്ലോ, അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാരണം പലപ്പോഴും നമുക്കതൊക്കെ സക്സസ് ആക്കി മാറ്റാവുന്നേ ഉള്ളൂ നമ്മുടെ. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സൗഖ്യമാണ്. എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പാനിക്കായിട്ട് ആ ഫിയർ മോഡിൽ ഇരുന്നു കൊണ്ടൊരു ഗർഭകാലം മൊത്തം കഴിയുക എന്ന് പറയുന്നതിനെക്കാട്ടിലും ആ ഒരു സ്വസ്ഥതയും ശാന്തതയും കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തെറാപ്പിയും അതിനനുസരിച്ചിട്ടുള്ള ഗൈഡൻസും ആ കാര്യങ്ങൾ കേൾക്കുക, നമ്മൾ കേൾക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് കേൾക്കുന്നു, എന്തെങ്കിലും വായിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പറയുന്നത്, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു അമ്മയുടെ മാനസികാരോഗ്യം ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും.